ഹെലിപാഡിലാണ് ഉള്ളത്. അർജുൻ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെയാണ്? അവിടെ പ്രധാനമന്ത്രി വരുന്നത് കാത്ത് ആരൊക്കെയുണ്ട്? കാണാനായി ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ടോ? അവിടുത്തെ ദൃശ്യങ്ങൾ എന്താണ്? അവിടെ കാണുന്ന കാഴ്ചകൾ എന്താണ്? തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിലാണ്. ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന ഹെലിപാഡിലാണ് പ്രധാനമന്ത്രി വന്ന് ഇറങ്ങുക. തുടർന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് നാട് ഒന്നാകെയുള്ളത്. പ്രധാനമന്ത്രി വരുന്നതും കാത്ത് ആ സാന്ത്വനത്തിനായി നാട് ഒന്നാകെ നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതീക്ഷിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയത്തിനകം തന്നെ സുരേന്ദ്രൻ 9 മണിയോടുകൂടി തന്നെ സുരേന്ദ്രൻ ഈ പ്രദേശത്ത് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വിവിധ നേതാക്കൾ അടക്കം ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയുണ്ട്, ഗവർണറുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകൾ അല്ലെങ്കിൽ നിരവധി നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ അരുൺ കൊടുങ്ങൂർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലാണ്, മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് നാട്. പ്രധാനമന്ത്രിയുടെ കരങ്ങൾ അത് തങ്ങൾക്ക് സാന്ത്വനമേകുമെന്നുള്ള ഒരു പ്രതീക്ഷ, ആ ഒരു പ്രതീക്ഷയിലാണ് ഈ നാട് ഒന്നാകെ ഉള്ളത്. എന്തിനാ തന്നെയും 11:45 ഈ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയുള്ള ഈ ഹെലിപാഡിലെ ഇവിടെ പ്രധാനമന്ത്രി എത്തിച്ചേരും. അതിനുശേഷം ആ ഹെലിപാഡിൻ്റെ തൊട്ടപ്പുറത്തുള്ള റോഡ് മാർഗം പ്രധാനമന്ത്രി പിന്നീട് ഈ ഒരു ദുരന്ത മേഖലയിലേക്ക് അല്ലെങ്കിൽ ദുരിതബാധിത മേഖലയിലേക്ക് ചെല്ലുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ശേഷമായിരിക്കും പിന്നീട് ഈ ക്യാമ്പ്, അതുപോലെ തന്നെയുള്ള ഒരു ആശുപത്രി, സ്വകാര്യ ആശുപത്രി അടക്കം സന്ദർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. പക്ഷേ ഈ SPG സുരക്ഷാ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു ഷെഡ്യൂളിൽ മാറ്റം വരുവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അത്തരത്തിൽ നമുക്കറിയാം, വയനാടിനെ സംബന്ധിച്ചിടത്തോളം മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ അടക്കമായിരിക്കും SPG അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഒരുക്കുക. നമുക്ക് കനത്ത സുരക്ഷ തന്നെയാണ് ഈ പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോലീസിന്റെ കാവലുണ്ട്. അല്പസമയത്തിനകം SPG അടക്കമുള്ളവർ ഇവിടെ എത്തും. SPGയുടെ പ്രധാന തലവനടക്കം ഇവിടെ എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം കൃത്യമായ പരിശോധന നടത്തും. പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് പ്രധാനമന്ത്രിയുടെ ഒരു ഹെലികോപ്റ്റർ ഇവിടെ ഇറക്കുക. അദ്ദേഹത്തിൻ്റെ കൂടെ സുരേഷ് ഗോപി ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ഒരു പറഞ്ഞ പോലെ തന്നെ ആരിഫ് മുഹമ്മദ്, അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അത്തരത്തിൽ നിരവധി പേർ നമ്മൾ വരുമ്പോൾ തന്നെ, അതായത് നമ്മൾ ആ ഒരു വാഹനത്തിൽ നമ്മൾ രാവിലെ 6 മണിയോടെയാണ് ഇവിടെ എത്തിയത്. ആ ഒരു സമയത്ത് തന്നെ നിരവധി പേർ ഈ ടൗൺ ഏരിയകളിലൊക്കെ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാമായിരുന്നു. നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു പ്രദേശത്ത് ആ ഒരു പ്രതീക്ഷയാണ് തങ്ങൾക്കുള്ളത്. ഈ കഴിഞ്ഞ കാലമെല്ലാം കഴിഞ്ഞു, ഇന്നലെയാണ്, ഇനി വരാൻ പോകുന്ന ദിനങ്ങളാണ് നമുക്ക് പ്രധാനം. അത്തരത്തിൽ അവരെ കൈപിടിച്ച് ഉയർത്തേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സംഘമടക്കം ഇവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. 9 മന്ത്രാലയങ്ങളിലെ ആളുകളാണ് ഇവിടെ എത്തി സ്ഥിതിഗതികൾ വീക്ഷിച്ചത്. അതിനുശേഷമാണ് പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുന്നത്. നേരത്തെ തന്നെ നമുക്ക് നോക്കിയാലേ അറിയാം, പ്രധാനമന്ത്രിയുടെ ഇടപെടൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഇടപെടൽ വലിയ രീതിയിൽ കേരളത്തെ സപ്പോർട്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ചേർത്ത് നിർത്തലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ വിളിക്കുന്നു. ശേഷം ഏത് സാഹചര്യത്തിലും തങ്ങൾ കൂടെയുണ്ടെന്നും എന്തും തങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് സഹായവും പ്രതീക്ഷിക്കാമെന്ന പ്രധാനമന്ത്രി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ അടക്കം ഇത്തരത്തിൽ ഈ ക്യാമ്പ് ചെയ്യിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല കൃത്യമായ ഒരു നിരീക്ഷണം, ഇടവേളകളില്ലാതെ കൃത്യമായ നിരീക്ഷണം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ വയനാട്ടിലേക്ക് കണ്ണെത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഏറെ പ്രതീക്ഷ നൽകുന്നത്. അത്തരത്തിൽ വലിയ ഒരു ഏകോപനം ഈ ഒരു എല്ലാ മേഖലകളിലും നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു. സൈന്യത്തിൻ്റെ ഇടപെടൽ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്തതാണ്. സൈന്യത്തിൻ്റെ ഇടപെടൽ, അത്തരത്തിൽ സൈന്യത്തിൻ്റെ ഇടപെടൽ വലിയ രീതിയിൽ സ്വാധീനിച്ച, അല്ലെങ്കിൽ അത്തരത്തിൽ ഏവർക്കും വലിയ ആശ്വാസമായ ഒരു ഇടപെടലിലൂടെയാണ് സൈന്യം ഈ ഒരു പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തിയത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പോലെ, അല്ലെങ്കിൽ നമുക്കറിയുന്ന പോലെ തന്നെ ബെയിലി പാലം അടക്കമുള്ള ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് അവിടേക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ മുണ്ടക്കൈ ഭാഗത്തേക്ക് അടക്കം എത്തിക്കൊണ്ട് ആ ഒരു പ്രദേശത്തുള്ളവർക്കും എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ എളുപ്പത്തിൽ എത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുവാൻ കഴിയുന്ന സൈന്യത്തിൻ്റെ സേവനം അടക്കം നമുക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അകമഴിഞ്ഞ ഒരു സഹായം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പിന്തുണ കേരളത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. ഒരു 11:45, അതായത്
11 കാലോടെ നമുക്ക് കണ്ണൂരിൽ എത്തിച്ചേരും. അദ്ദേഹം കണ്ണൂരിൽ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും പിന്നീട് ഈ ഒരു പ്രദേശത്ത് SKMJ ഗ്രൗണ്ടിൽ അദ്ദേഹം എത്തിച്ചേരുക. ഈ SKMJ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നതിന് ശേഷം അദ്ദേഹം പിന്നീട് റോഡ് മാർഗം ഈ ഒരു പ്രദേശത്തേക്ക്, ദുരന്തബാധിത പ്രദേശത്തേക്ക് നീങ്ങുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും പിന്നീട് ക്യാമ്പ് സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു സ്വകാര്യ ആശുപത്രി അടക്കം, അതായത് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ പരിക്കേറ്റവരെ അടക്കം പ്രവേശിപ്പിച്ചിട്ടുള്ള സ്വകാര്യ ആശുപത്രിയിലടക്കം അദ്ദേഹം ചെല്ലുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാമ്പിലെത്തിയ ശേഷം ആളുകളെ ആശ്വസിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ടറിയാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ ക്യാമ്പിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത്. അതിനുശേഷം പിന്നീട് കളക്ടറേറ്റിൽ ഒരു അവലോകന യോഗമോ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൂടി നമുക്ക് ഒരു വിവരം ലഭിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഇവിടെ നിന്നും ഒരു 3 മണി 3:15 ഈ ഒരു സ്ഥലത്തു നിന്നും മടങ്ങുമെന്നുള്ള ഒരു വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്.